മാതാ വൈഷ്ണോദേവി എന്താണ് സെൻറ്റർ ഫോർ മെഡിക്കൽ എക്സലൻസ്, ഇതാണ് സ്ഥാപനം. അത് റൺ ചെയ്യുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാ വൈഷ്ണോദേവി ഷ്രൈൻ ബോർഡാണ്. ശ്രീ മാതാ വൈഷ്ണോദേവി ഷ്രൈൻ ബോർഡിൻ്റെ മാനേജ്മെൻറ്റിലാണ്. ഈ ഷ്രൈൻ ബോർഡ്, ആ ബോർഡ് ആരാണ് അതിൻ്റെ ചെയർമാൻ എന്നറിയോ? ജമ്മു കാശ്മീർ ലഫ്റ്റനൻറ്റ് ഗവർണറാണ്. ഈ ബോർഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നറിയോ? 1998 ശ്രീ മാതാ വൈഷ്ണോദേവി ഷ്രൈൻ ആക്ട് എന്ന് പറഞ്ഞ് സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ഒരു ആക്ടിനാൽ രൂപീകൃതമായ ബോർഡാണ് ഈ വൈഷ്ണോദേവി ഷ്രൈൻ ബോർഡ്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ ലഫ്റ്റനൻറ്റ് ഗവർണറാണ്. അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഇൻ എസൻസ് അതെന്താണ്? അതൊരു ഗവൺമെൻറ് ബോഡിയാണ്. ഒരു ഗവൺമെൻറ് ആക്ടിലൂടെ രൂപീകരിക്കപ്പെട്ട ഒരു ഷ്രൈൻ ബോർഡ്. ആ ഷ്രൈൻ ബോർഡിനെ ചെയർ ചെയ്യുന്നത് ആരാണോ ആ സമയത്ത് ജമ്മു കാശ്മീർ ഗവർണർ, ആ ബോർഡിലെ അംഗങ്ങൾ ആരാണോ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ. എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്. പക്ഷേ അതിൻ്റെ ഫണ്ടിങ് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഈ ഷ്രൈനിൽ വരുന്ന ഡിവോട്ടീസിൻ്റെ പണമാണ് അതിൻ്റെ ഫണ്ടിങ്. ഗവൺമെൻറ് ബഡ്ജറ്ററി അലോക്കേഷൻ അതിനില്ല. ഇതാണ് അതിൻ്റെ ഒരു ചിത്രം. ഇപ്പോൾ ഈ പ്രശ്നം കുറച്ചായിട്ട് അവിടെ 2-3 ആഴ്ചയായി അവിടെ VHP ബജ്രംഗ് ദൾ ഇവരൊക്കെ നിരന്തരം പ്രസ്താവനകളും പത്രസമ്മേളനങ്ങളും നടത്തുന്നുണ്ട്. ഇന്നലെയാണ് വലിയ മാർച്ചും ബഹളമൊക്കെ ആയിട്ട് വന്നത്. ഇനി അവർ ഉന്നയിക്കുന്ന ഡിമാൻഡാണ് ഇത് നോക്കേണ്ടത്. അവരുടെ പ്രശ്നം എന്താണ്? 50 സീറ്റാണ്. MBBSന് 50 സീറ്റാണുള്ളത്. ഈ 50 സീറ്റിൽ 42 സീറ്റിൽ മുസ്ലിം കുട്ടികളാണ്, 7 സീറ്റിൽ ഹിന്ദു കുട്ടികൾ, 1 സീറ്റിൽ സിഖ് കുട്ടികൾ. ഇത് ശരിയല്ല. ഈ അഡ്മിഷൻ റദ്ദ് ചെയ്യണം എന്നാണ് അവരുടെ ആവശ്യം. ഈ അഡ്മിഷൻ നടന്നത് എങ്ങനെയാണ്? രണ്ട് മാനദണ്ഡമാണ്. ഒന്ന് നീറ്റ് സ്കോറിൽ ലിസ്റ്റ് എടുക്കുന്നു. പിന്നെ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് ബാധകമായിട്ടുള്ള റിസർവേഷൻ മാട്രിക്സ് ഉണ്ട്. അപ്പോൾ ആ റിസർവേഷൻ മാട്രിക്സ് വെച്ച് നീറ്റ് സ്കോറിൽ നിന്ന് ആളുകൾ എടുക്കുക. അതൊന്നും ഒരു സോഫ്റ്റ്വെയറാണ് ഇത്. അത് നമുക്ക് ഇന്നാളെടുക്കാം, മറ്റേളെടുക്കാൻ പറ്റില്ല. ഈ നീറ്റ് സ്കോറിൽ എങ്ങനെയാണോ ആളുകൾ വരുന്നത് ആ പട്ടികാക്രമത്തിനനുസരിച്ച് അതിൽ ആ റിസർവേഷൻ മാട്രിക്സ് കൂടി വെച്ച് ആളുകൾ എടുക്കുക. ലോകത്തെല്ലായിടത്തും നടക്കുന്ന എന്താണ് ഈ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്താണോ അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ റിസർവേഷൻ മാട്രിക്സ് ഉണ്ട്. ആ റിസർവേഷൻ മാട്രിക്സ് 50% ഓപ്പൺ കോട്ടയാണ്, 50% റിസർവേഷൻ. ആ റിസർവേഷൻ SC ഉണ്ട്, ST ഉണ്ട്, പിന്നെ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ എന്താണ് മൈഗ്രേഷൻ ഔട്ട് ഓഫ് ടെറർ കാരണം മൈഗ്രേറ്റ് ചെയ്ത ആളുകൾക്ക് ചെറിയൊരു കോട്ട ഉണ്ട്. അതേപോലെ LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൻ്റെ അവിടുത്തുകാർക്കുള്ള ഒരു പിന്നെ കോട്ടയുണ്ട്. അങ്ങനെ സാധാരണ നമ്മുടെ സംസ്ഥാനത്തില്ലാത്ത ചെറിയ കോട്ടകളുണ്ട്. അപ്പോൾ ഈ കോട്ടാ മാനദണ്ഡങ്ങളും പാലിച്ച് ജമ്മു കാശ്മീരിലെ കോട്ടാ മാനദണ്ഡങ്ങൾ പാലിച്ച് നീറ്റ് സ്കോറിൽ നിന്ന് ആളുകൾ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികം വന്നപ്പോൾ എന്താണ് 42 കുട്ടികൾ എന്തായി? മുസ്ലിം കുട്ടികളായി. ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു മെഡിക്കൽ കോളേജിൽ നീറ്റ് സ്കോറിൽ നിന്ന് ആളുകൾ എടുക്കുക എന്ന് വെക്കുക. ഇപ്പോൾ കാൺപൂരിലൊരു മെഡിക്കൽ കോളേജ് ഉദാഹരണം എടുക്കുക, അല്ലെങ്കിൽ ഹരിയാനയിലൊരു മെഡിക്കൽ കോളേജ്. അവിടുത്തെ നമ്മൾ അഡ്മിഷൻ ലിസ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാകുക. അവിടെ മഹാഭൂരിപക്ഷം 90%, ചിലപ്പോൾ 95% എന്തായിരിക്കും? ഹിന്ദു വിദ്യാർത്ഥികളായിരിക്കും. മുസ്ലിം കുട്ടികൾ 1-2 ഒരുപക്ഷെ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഒന്നുപോലും ഉണ്ടായില്ലെന്ന് വരാം. എന്തുകൊണ്ടാണ് കാശ്മീരിൽ 42 കുട്ടികൾ അല്ലെങ്കിൽ 90% കുട്ടികൾ മുസ്ലിം കുട്ടികളാകുന്നത്? അത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സംസ്ഥാനമാണ്. ഇപ്പോൾ ലക്ഷദ്വീപിലാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുസ്ലിം കുട്ടികളായിരിക്കും. ലക്ഷദ്വീപിൽ അങ്ങനെ മെഡിക്കൽ കോളേജ് ഇല്ല, പോട്ടെ, ഉണ്ടാകുകയാണെങ്കിൽ. കാരണം അവിടെ മഹാഭൂരിപക്ഷം മുസ്ലിം കുട്ടികളാണ്. പിന്നെ കാശ്മീരിൽ SC ST അതും കൂടെ മനസ്സിലാക്കണം. SC ST എന്ന് പറയുമ്പോൾ അവിടെ STക്കാണ് SCയേക്കാൾ കോട്ട കൂടുതലുള്ളത്. അവിടെ SC ST കാറ്റഗറിയിൽ നിരവധി മുസ്ലിം വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ STയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ST ആണ്. മുസ്ലിം SC അവിടെ ഉണ്ട്. ഇപ്പോൾ ബക്കർവാൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മുസ്ലിം SC ആണ്, അവിടുത്തെ ST ആണ്. ഇങ്ങനെ ഗുജ്ജാർ ഒരു മുസ്ലിം ST ആണ്. നിരവധി SC ST ഗ്രൂപ്പുകൾ മുസ്ലിങ്ങളായിട്ടുള്ളതുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ കാശ്മീർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അവിടുത്തെ ഒരു ഡെമോഗ്രഫി വെച്ച് സാധാരണ സംഭവിക്കുന്ന ഒരു പാറ്റേണാണ് സംഭവിച്ചത്. പക്ഷേ ഇവർ ബഹളം വെക്കുകയാണ്. വലിയ പ്രതിഷേധവും വർഗീയ പ്രചാരണവും പത്രസമ്മേളനവും കോലം കത്തിക്കലും ഒക്കെ ആയിട്ട് നടക്കുക. ഇനി അവർ വെക്കുന്ന ഡിമാൻഡ് നമ്പർ 1 ഡിമാൻഡ് ഇത് സ്ക്രാപ്പ് ചെയ്യണം, എൻ്റെ പ്രോസസ് സ്ക്രാപ്പ് ചെയ്യണം. പിന്നെ എന്താ അവർ വെക്കുന്നത് അറിയാം? റിസർവേഷൻ വേണം. ആർക്ക്? ഹിന്ദു വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ വേണം. ഓക്കെ,
കണ്ട കാലം എത്രയായിട്ട് കഴിഞ്ഞ 75 വർഷമായി ഇന്ത്യയിൽ സംഘപരിവാർ ഉന്നയിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ എന്താണ്? റിസർവേഷൻ പറ്റില്ല. അത് നമ്മൾ മതപരമായും ജാതീയമായിട്ടും വിഭജിക്കുന്ന ഒരു ഡിവിഷന് വേണ്ടിയിട്ടുള്ള ആയുധമാണ് റിസർവേഷൻ പറ്റില്ല, മതത്തിൻ്റെ പേരിൽ റിസർവേഷൻ തീരെ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കാശ്മീരിൽ പോയിട്ട് ഹിന്ദുക്കൾക്ക് റിസർവേഷൻ വേണം എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഡിമാൻഡ് എന്താണ്? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കണം. ഏത് മൈനോറിറ്റി? ഹിന്ദു മൈനോറിറ്റി സ്റ്റാറ്റസ്. ബിക്കോസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഹിന്ദുക്കൾ മൈനോറിറ്റി ആയതുകൊണ്ട് അവിടെ ഹിന്ദു മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കണം. ഇതാണ് അവരുടെ ഡിമാൻഡ്. ഇക്കാലം അത്ര ഇവരുടെ ഒരു ഡിമാൻഡ് എന്തായിരുന്നു? ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ ഡിമാൻഡ് എന്താണ്? മൈനോറിറ്റി സ്റ്റാറ്റസ് എന്ന പരിപാടി തന്നെ പറ്റില്ല, അത് അപ്പീസ്മെൻ്റാണ്, ഈ വ്യാജ സ്യൂഡോ സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ കാശ്മീരിലൊത്തും പ്ലേറ്റ് മാറ്റാണ്. ഇത് വേണം, ഞങ്ങൾക്ക് മൈനോറിറ്റി സ്റ്റാറ്റസാണ്. ഈ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, ഇത് വളരെ സംഘ് പരിവാറിനെ എല്ലാ സന്ദർഭങ്ങളിലും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വൈരുദ്ധ്യമാണ്. ആ